ഹലോ ഗൈസ്, ഇന്ന് വർക്ക് കഴിഞ്ഞൊന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ച്. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് തൊട്ടടുത്ത് ആൽമരമൊക്കെ ഉണ്ട്. ആൽമരം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതവർ ആരാണെന്നറിയില്ല, നൈറ്റൊക്കെ ആകുമ്പോഴേക്കും വിളക്കൊക്കെ കത്തിക്കും. ഇതാണ് ഞങ്ങളുടെ ആൽമരം. വിളക്ക് കത്തിക്കും. സന്ധ്യയാകുമ്പോഴേക്കും ഒരു വിളക്കാരോ ആരാണെന്നറിയില്ല, ഏതോ ഒരാൾക്കാർ വന്നിട്ട് വിളക്ക് കത്തിക്കും. കണ്ടുപിടിക്കണം ഒരു ദിവസം. ഞാനൊരു പ്രാവശ്യം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ വിളക്ക് കത്തിച്ചാണ് കണ്ടത്. ഞാൻ ജസ്റ്റ് ഇതിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കണ്ടത് വിളക്ക് കത്തിക്കണം. അപ്പോൾ ആരാണെന്ന് ഇങ്ങനെ തപ്പി നടക്കിയിരുന്നു. കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ടും. കിട്ടും ഒന്ന് നോക്കണം എവിടെയാണ്, ആരാണ്, എന്താണെന്നൊക്കെ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ആൽമരത്തിൻ്റെ അടിയിൽ വിളക്ക് കത്തിക്കണത് അത് നല്ലൊരു വിശ്വാസിയാണത്. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഭാഗം. ബിൽഡിങ്ങിൻ്റെ തൊട്ടടിയിലുള്ളതാണ്. ബിൽഡിങ്ങിൻ്റെ തൊട്ടടിയിലാണ് ഈ ആൽമരം നിൽക്കണത് തന്നെ. ഈ ഭാഗത്താണ് വിളക്ക് കത്തിക്കണത്. അവിടെ ആ ഭാഗം കരി പിടിച്ചിട്ട് ഇരിക്കുകയാണത്. ഇതാണ് ഞങ്ങളുടെ ഇൻ്റർനാഷണൽ സിറ്റി. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ അടുത്തുള്ള ബിൽഡിങ്ങുകളാണ്. സെപ്പറേറ്റ് നിൽക്കുന്ന ബിൽഡിങ്ങാണ്. ഇതാണ് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ഷക്ലെ. അവിടെ പോകണമെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കണത്. തൊട്ടടുത്ത് തന്നെ ഉണ്ട് സൂപ്പർ മാർക്കറ്റും. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടിയിൽ തന്നെ ആയിട്ട് ചായക്കടയും ഉണ്ട്. മലയാളികളുടെ ചായക്കട, കടവത്തൂർ എന്ന് പറയണത്. പിള്ളേരൊക്കെ സൈക്കിളൊക്കെ ചോട്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ പിള്ളേരുകളൊക്കെ സൈക്കിളൊക്കെ ചോട്ടാൻ ഇറങ്ങി തുടങ്ങി. കളിക്കാൻ പോകണ വീട് എടുക്കണ ഒച്ചപ്പാടൊക്കെ എടുക്കണ കിടന്നു. ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ്, X26 ഇംഗ്ലണ്ട്. എങ്ങനെയുണ്ട്? നല്ല സ്ഥലമാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? ഞങ്ങളിവിടെ അത്യാവശ്യം എല്ലാ ബിൽഡിങ്ങിലും ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഗ്രീസിൽ താമസിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ താമസിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട് തന്നെ 2-3 ബിൽഡിങ്ങിൽ ഞങ്ങൾ മാറി മാറി താമസിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിൽഡിങ് നമുക്ക് റൂമൊന്നും പിടിക്കൂല. നമുക്ക് ഇത് റഷ്യയാണ് ഈ കാണുന്ന ബിൽഡിങ്. കൂടുതലും പിടിക്കാത്തത് എല്ലാവരുടെ റൂമിലും മൂട്ടയാണ്. അതുകൊണ്ടാണ് കൂടുതലും പിടിക്കാത്തത്. കൂടുതലും ഞങ്ങൾക്ക് പിടിക്കാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. മൂട്ടയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂട്ടയുള്ള റൂമിൽ എങ്ങനെ അധികം നിലം വരെ കിടക്കാനാണ്. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് പോരും. ഞങ്ങൾ അങ്ങനെ കൂടുതൽ കാലം താമസിച്ചത് ഗ്രീസ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിനകത്തായിരുന്നു. 1.5 വർഷം വരെ താമസിച്ചേക്കണത്.